ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒ ഇ ടിയെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. ഞാനൊരു ഇൻഡിവിജ്വൽ ട്രെയിനറാണ്. സോ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഒ ഇ ടി ക്ലാസ്സസ് ആവശ്യമാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അയർലൻഡിലോട്ടുള്ള വേക്കൻസി കുറേ ഓപ്പൺ ആയിട്ടുണ്ട്. വരും മാസങ്ങളിൽ കൂടുതലായിട്ട് അയർലൻഡിലേക്ക് വേക്കൻസി ഉണ്ടാവുന്നതായിരിക്കും. സോ ഈ ഒരു നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലൊക്കെ എഴുതിയാൽ നമുക്ക് അവരുടെ വേക്കൻസി ഓപ്പൺ ആകുമ്പോഴേക്കും എല്ലാവർക്കും പോകാനായിട്ട് സാധിക്കും. സോ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒ ഇ ടി അറ്റൻഡ് ചെയ്ത് കിട്ടാവുന്നതേ ഉള്ളൂ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സ്പീക്കിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഒ ഇ ടിയിലെ ഒരു മൊഡ്യൂളാണ് സ്പീക്കിംഗ്. സോ ഐ വിൽ ടോക്ക് ടു യു റിഗാർഡിങ് ഒ ഇ ടി സ്പീക്കിംഗ്. ഒ ഇ ടി സ്പീക്കിംഗ് എപ്പോഴും നമുക്ക് നമ്മുടെ ആഫ്റ്റർനൂൺ ടൈമിലായിരിക്കും ഉണ്ടാവുക. ഇതൊരു ഇൻഡിവിജ്വൽ എക്സാമിനർ ആയിരിക്കും. നമുക്ക് ആളുടെ അടുത്തായിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഒ ഇ ടിയുടെ സ്പീക്കിംഗ് നമുക്കൊരു 21 മിനിറ്റ്സ് ആണ് നമുക്ക് ഒ ഇ ടി സ്പീക്കിംഗ് മൊത്തത്തിലുള്ളത്. ഈ 21 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഒരു 3 സെക്ഷനായിട്ടാണ്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാമപ്പ് സെക്ഷനാണ്. വാമപ്പ് സെക്ഷൻ 3 to 4 മിനിറ്റ്സ് ഉണ്ടാകും. ആ ടൈം തൊട്ട് നമ്മുടെ ഓഡിയോ അവർ റെക്കോർഡ് ചെയ്യും, നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യും. നമ്മുടെ വീഡിയോ അവർ ഉണ്ടാവില്ല, അതേസമയത്ത് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യും. ഇനി ഈ 3 to 4 മിനിറ്റ്സ് വാമപ്പ് സെക്ഷനിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ആദ്യം നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ അവർ കറക്റ്റായിട്ട് അസസ് ചെയ്യും. അതിനുശേഷം കുറച്ച് വാമപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫോർ എക്സാമ്പിൾ, why did you choose OET? What are the qualities of a nurse? Explain a routine day in your life. അങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കും. സെയിം എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിനുശേഷം അതൊരു 3-4 ക്വസ്റ്റ്യൻസ് ചോദിക്കും. എപ്പോഴും നമ്മൾ ആൻസർ കൊടുക്കുമ്പോൾ ഒരു 1 വേർഡ് ആൻസർ കൊടുക്കാതെ ഒരു 3-4 സെൻറ്റൻസ് ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ. നമ്മൾ ജസ്റ്റ് 1 വേർഡ് ആൻസറാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് 3 മിനിറ്റ്സ് to 4 മിനിറ്റ്സ് എന്നുള്ളത് അവർക്ക് ഫിനിഷ് ചെയ്യണം. എന്നാലാണ് ഈ 20 to 21 മിനിറ്റ്സിലോട്ടേക്ക് സ്പീക്കിംഗ് എത്തിച്ചേരുകയുള്ളൂ. അതൊരു ക്രൈറ്റീരിയയാണ്. സോ നമ്മൾ നന്നായിട്ട് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറയും. നമ്മളൊരു 1 വേർഡ് ആൻസറാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലാകും. ഇതാണ് സ്പീക്കിങ്ങിലെ ഫസ്റ്റ് സെക്ഷൻ. സെക്കൻഡ് സെക്ഷൻ നമുക്ക് അവർ ക്വസ്റ്റ്യൻ പേപ്പർ തരികയാണ്. നമ്മുടെ ഒ ഇ ടി സ്പീക്കിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ പറയുന്നത് റോൾ പ്ലേ കാർഡ് എന്നാണ്. സോ റോൾ പ്ലേ കാർഡ് തരും. ആ റോൾ പ്ലേ കാർഡിൽ നമ്മുടെ ഫിലിമൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് സ്ക്രിപ്റ്റ് ഉണ്ടാവുമല്ലോ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി അഭിനയിക്കുന്നവർക്കറിയാം. അതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആരാണ്? അപ്പോൾ നമ്മളെപ്പോഴും നേഴ്സ് തന്നെയായിരിക്കും. നിങ്ങൾ ആരുമായിട്ടാണ് സംസാരിക്കുന്നത്? ഒരു നേഴ്സ് ടു എ പേഷ്യൻ ഓർ നേഴ്സ് ടു എ ബൈസ്റ്റാൻഡർ. ഇങ്ങനെ 2 സെക്ഷനാണ് നമുക്ക് സംസാരിക്കാൻ ഉണ്ടാവുക. അപ്പോൾ നേഴ്സ് സംസാരിക്കുന്നത് പേഷ്യൻറ്റിനോടാണോ അതോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബൈസ്റ്റാൻഡറിനോടാണോ? എന്താണ് സിറ്റുവേഷൻ? എന്താണ് പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ? എന്താണ് ബൈസ്റ്റാൻഡറുമായിട്ട് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ? ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? എന്താണ് സംസാരിക്കേണ്ടത്? ഇങ്ങനെയുള്ളതെല്ലാം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് ഒ ഇ ടി നമുക്ക് തന്നിട്ടുണ്ടാകും. നമ്മളൊന്നും പുറത്തുനിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ആ ടാസ്ക് നോക്കിയിട്ട് നമ്മൾ സംസാരിച്ചാൽ മാത്രം മതി. പക്ഷേ നമ്മൾ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് ഓരോ ടാസ്കും അതിനൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആക്കി ഓരോ പോയിൻ്റായിട്ടാണ് തരിക. സെൻറ്റൻസ് ആക്കി സംസാരിക്കണം. അതിനുള്ള സ്കില്ലാണ് നമ്മൾ ട്രെയിനിങ്ങിലൂടെ നേടുന്നത്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നു. നമുക്കവർ 3 മിനിറ്റ്സ് ഫോർ പ്രിപ്പറേഷൻ ടൈം തരും. ആ 3 മിനിറ്റ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. പേഷ്യൻറ്റിനെ നേരത്തെ അറിയാവുന്ന ഒരു കാർഡാണെങ്കിൽ, അതായത് 2 ടൈപ്സ് ഓഫ് ഒ ഇ ടി സ്പീക്കിംഗ് കാർഡാണുള്ളത്. ഒന്ന് നോൺ കേസ്, ഒന്ന് അൺനോൺ കേസ്. നോൺ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി സംസാരിക്കുന്ന നേഴ്സായി നമുക്ക് ഓൾറെഡി പേഷ്യൻറ്റിനെ അറിയാവുന്നതായിരിക്കും. പേഷ്യൻറ്റിനെ അറിയാവുന്നതല്ല, പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്, പേഷ്യൻറ്റിൻ്റെ
മെഡിക്കൽ ഹിസ്റ്ററി അറിയാവുന്നതായിരിക്കും. സോ ഹി വിൽ ബി നോൺ ടു അസ്. ഇനി അൺനോൺ കേസ്, നമുക്കറിയില്ല പേഷ്യൻറ്റിനെ കുറിച്ച്. ദ പേഷ്യൻ്റ് ഈസ് കമ്മിങ് ടു യു ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ അതിനെ നമ്മൾ അൺനോൺ കേസ് എന്നാണ് പറയുക. ഇപ്പോൾ രണ്ടിൻ്റെയും ഇൻട്രൊഡക്ഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അങ്ങനെ 2 ടൈപ്സ് ഓഫ് കാർഡാണുള്ളത്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്താൽ ആ ഒരു 3 മിനിറ്റ്സ് പ്രിപ്പറേഷൻ നമുക്ക് നോൺ ആണെങ്കിൽ പേഷ്യൻ്റെ പേര് ചോദിക്കുക. അതിനുശേഷം നമ്മുടെ 3 മിനിറ്റ്സ് അപ്പ് ആകുമ്പോൾ നമ്മളോട് അവർ പറയും യുവർ പ്രിപ്പറേഷൻ ടൈം ഈസ് ഓവർ, യു ക്യാൻ സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ, പ്ലീസ് റിമെമ്പർ യു ഷുഡ് സ്പീക്ക് ഫോർ 5 മിനിറ്റ്സ്. ഓക്കെ, അപ്പം നമ്മൾ എത്ര നേരമാണ് സംസാരിക്കേണ്ടത്? 5 മിനിറ്റ്സ് ആണ് നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മൾ ആ 5 മിനിറ്റ്സ് സംസാരിച്ചു. നമ്മുടെ കാർഡിൻ്റെ ടൈം ആകുമ്പോൾ 5 മിനിറ്റ്സ് ആകുമ്പോൾ അവർ നമ്മളോട് പറയും യുവർ ടൈം ഈസ് അപ്പ്, യു ക്യാൻ സ്റ്റോപ്പ് ദ റോൾ പ്ലേ. പെട്ടെന്ന് തന്നെ അടുത്ത കാർഡ് തരും. ഓക്കെ, ഇതാണ് നമ്മുടെ 3rd സെറ്റിംഗ് പോവുകയാണ്. 3ാമത്തെ കാർഡ് തരുവാണ്. അപ്പോൾ ഫസ്റ്റ് സെറ്റിംഗ്, വാമപ്പ് സെക്ഷൻ എല്ലാം ഒരുമിച്ചാണ് കേട്ടോ, ഗ്യാപ്പില്ല, കണ്ടിന്യൂസ്ലി പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ വാമപ്പ് സെക്ഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തരുവാണ്. 3ാമത്തേത് 2ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തരുവാണ്. അതും 3 മിനിറ്റ്സ് പ്രിപ്പറേഷനാണ്. അതിനുശേഷം നമ്മൾ 5 മിനിറ്റ്സ് സംസാരിക്കണം. അപ്പോൾ ഈ 5 മിനിറ്റ്സ് എന്താണ് സംസാരിക്കുക, എങ്ങനെയാണ് സംസാരിക്കുക? നമുക്ക് വേണ്ടത് ബി സ്കോറാണ്. 350 മാർക്കാണ് അതിന് വേണ്ടത്. അതെങ്ങനെയാണ് കിട്ടുക? ഇതെല്ലാം എളുപ്പ വഴിയിൽ കിട്ടാനായിട്ടാണ് നമ്മൾ ട്രെയിനിങ് എടുക്കുന്നത്. നമുക്കൊരു പെർഫെക്റ്റായിട്ട് നമുക്ക് സ്കോർ കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളതിന് കുറേ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ക്രൈറ്റീരിയസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ട്രെയിനറുടെ സഹായം ആവശ്യമാണ്. സോ പേഴ്സണൽ ട്രെയിനറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇന്നത്തെ സ്പീക്കിങ്ങിൻ്റെ ഒരു ഓവറോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.